ഹായ് സ്റ്റുഡൻസ്. സോ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ അതിൽ തന്നെ നിങ്ങൾ ആ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ആ പാർട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ചാപ്റ്റർ 1 കിടക്കണം. അതിൻ്റെ മുമ്പായിട്ട് അക്കൗണ്ടിങ്സ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു TMA എന്ന് പറയുന്ന പോർഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എക്സാമിനുള്ള പോർഷൻസ് ഏതൊക്കെയാണ് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. സോ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം ബ്രീഫായിട്ടുള്ള നോട്ട്സ് ആണ് ഞാൻ തരാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സോ ഞാൻ വൺ ബൈ വൺ പറയാം. സോ ഫസ്റ്റ് മുമ്പ് നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് ഒരു നോട്ട് ബുക്ക് വേണം. ഫസ്റ്റ് നോട്ട് ബുക്ക് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇത് 2 പെൻസിൽ, പെൻ, സ്കെയില്, അതുപോലെ തന്നെ ഷാർപ്പനറോ എറൈസറോ എന്താണ് വേണ്ടത്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, യെസ്. ദെൻ നോട്ട്ബുക്ക് വേണം. നോട്ട്ബുക്കാണ് മെയിൻ. ഇത്രയും കാര്യങ്ങൾ മതി. ഓക്കെ, ബേസിക് ആയിട്ട്. എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഞാൻ അഡീഷണൽ ആയിട്ട് പറയാം. സോ നമ്മൾ ചാപ്റ്ററിലോട്ട് കിടക്കാം. ഇപ്പം നോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നോട്ട്സ് ഇവിടുന്ന് സ്റ്റഡി മെറ്റീരിയൽ അയച്ചു തരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രീഫ് നോട്ട്സ് ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക്സും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ നിന്ന് അയച്ചു തരും. അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ നോട്ടിൻ്റെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതുന്ന റണ്ണിങ് നോട്ട്സ്. അതായത് ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, അതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, പെട്ടെന്ന് പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാനിപ്പോൾ TMA സെക്ഷൻസും അതുപോലെ തന്നെ നമ്മുടെ എക്സാമിനേഷൻ രണ്ടും ഞാൻ മുമ്പുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. 2 തരത്തിലുള്ള എന്താ പറയുക ചാപ്റ്റേഴ്സ്. സോ ദ ഫസ്റ്റ് വൺ TMA ഉള്ള പോർഷൻസ് കൂടെ ഞാൻ കവർ ചെയ്യും. എന്തുകൊണ്ട് അത് കവർ ചെയ്യേണ്ടത് വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ കൺസെപ്റ്റ് ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു കണ്ടിന്യൂവേഷൻ ഉള്ള സബ്ജക്റ്റാണ്. അതായത് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു ഓർഡർ ഉണ്ട്. അതായത് ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ഒന്നും ആക്ച്വലി ക്വസ്റ്റ്യൻസ് വരില്ല എക്സാമിന്. സോ പക്ഷെ എങ്കിൽ കൂടെ ആ ഇൻട്രൊഡക്ഷൻ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല. സോ ഞാൻ ഈച്ച് ആൻഡ് എവറി ടോപ്പിക്സ് കവർ ചെയ്യും. സോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിനൊക്കെ നോട്ട്സ് എഴുതണം. എക്സാമിനുള്ള പോർഷൻസ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, എക്സാമിന് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ ഇതൂടെ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് ഐഡിയ കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചാപ്റ്ററിലോട്ട് ഇടാം. സോ ഇതാണ് ടെക്സ്റ്റ് ബുക്ക് വരുന്നത് NISന്റെ. സോ ഇവിടെ കുറേ ആരാണിത് എഴുതിയ ഓതേഴ്സിൻ്റെ പേരാണ്. അതുപോലെ തന്നെ കുറേ ഇൻട്രൊഡക്ഷൻ പാട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആവശ്യമുള്ളതിനേക്കാൾ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ കുറേ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, യെസ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1 ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, യെസ്. സോ നമുക്ക് ഇൻട്രൊഡക്ഷനിലോട്ട് പോവാം. ഫസ്റ്റ് മൊഡ്യൂൾ 1 ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ്. 3 ലെസൺസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അക്കൗണ്ടിങ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് സബ്ജക്റ്റിൽ നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഇൻട്രൊഡക്ഷൻ, എന്താണ് അക്കൗണ്ടിങ്. സോ ഇപ്പോഴാണ് ആക്ച്വലി ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ആവശ്യകത വരുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന കോഴ്സും അതുപോലെ തന്നെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റും അതിലുപരിയായിട്ട് ഇങ്ങനത്തെ ഒക്കെ വന്നത്. എന്തുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ ഇതിൻ്റെ ആവശ്യം ഉണ്ടാവായിരുന്നത്? പണ്ട് കാലങ്ങളിൽ ഇത്രയും വലിയൊരു ബിസിനസ് ഒന്നും ആക്ച്വലി ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ ലോകമായാണെങ്കിലും നമ്മുടെ ഓരോ ബിസിനസ് ആണെന്നുണ്ടെങ്കിലും ഓരോ ബിസിനസ്സും ഇപ്പോൾ റിലയൻസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സപ്പോസ് ഓരോ കമ്പനീസ് റിലയൻസ് അറിയുന്നുണ്ടാവും, ടാറ്റ അറിയാത്തവരുണ്ടാവും. ഇവരുടെയൊക്കെ ആ ബിസിനസ് എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്തിനെ കുറിച്ച് എത്രയോ വലുത്, നമ്മൾ തിങ്ക് ചെയ്യുന്നതിനേക്കാൾ എത്രത്തോളം ആക്ടിവിറ്റീസ് ഓരോ ഡേ ബൈ ഡേ നടക്കുന്നത്. സോ ഇതിന് അക്കൗണ്ട് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ തോന്നുന്ന പോലെ നമ്മളൊരു മനക്കണക്കോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു നോട്ട് ബുക്കിലൊന്നും എഴുതിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വേ ആണ്. സപ്പോസ് നിങ്ങളൊരു അക്കൗണ്ടിങ് എഴുതാന്ന് വിചാരിച്ചു. അക്കൗണ്ടിങ്ങിന്റെ ആവശ്യകത ഞാൻ പറയാം. സോ നിങ്ങളൊരു രൂപത്തിൽ ഒരു അക്കൗണ്ടിങ് എഴുതുന്നു, അത് മറ്റൊരാളെടുത്ത് വായിച്ചാൽ മനസ്സിലാവും ഇല്ല. കാരണം എന്താ, അത് നിങ്ങളുടെ രൂപത്തിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ മറ്റൊരാൾക്ക് അത് മനസ്സിലാക്കൽ ബുദ്ധിമുട്ടായിരിക്കും. സോ അപ്പൊ അക്കൗണ്ടിങ്ങിന് ഒരു സിസ്റ്റം വേണം. അതായത് എല്ലാവർക്കും മനസ്സിലാവുന്ന, എല്ലാവർക്കും അത് നോക്കിയാൽ മനസ്സിലാവുന്നതും
പെട്ടെന്ന് മനസ്സിലാകുന്നതും സിസ്റ്റമാറ്റിക് എത്ര എമൗണ്ട് ഓഫ് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തപ്പോഴാണ് നമ്മൾ അതിന് അക്കൗണ്ടിംഗ് എന്ന് പേരിടുകയും നമ്മൾ അതിന് അക്കൗണ്ടിങ് പിന്നെ പഠിക്കേണ്ട ആവശ്യകതയും വന്നു. അപ്പൊ ആ സിസ്റ്റത്തിൽ തന്നെ ഡാറ്റകൾ റെപ്രസെന്റ് ചെയ്യുമ്പോഴും അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ ബെനിഫിറ്റ്സ് ആവും. അക്കൗണ്ടിങ് എന്താണെന്ന് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ആണ്. ഓക്കെ, മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ബൈ ഹേർട്ട് ചെയ്യേണ്ടതല്ല. സോ ഫസ്റ്റ് എന്താണ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ്ങിന് മുമ്പ് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് കാണുന്നത്. സോ അതിന് മുമ്പ് ഞാൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞുതരാം. ഇവിടെ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് വരുന്നതൊന്നും വായിക്കണമെന്നില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്താ പറഞ്ഞേ? ദ ആർട്ട് ഓഫ് അക്കൗണ്ടിങ്. ആര് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ അറിയാം? ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്ന് പറയുന്ന AICPA എന്ന് പറയുന്ന ബോഡി കൊടുത്തിട്ടുള്ള ഒരു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സോ അവര് കൊടുത്തിട്ടുള്ള ഒരു അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷനാണ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ആർട്ട്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഒരു കലയാണ്. എന്തിനുള്ള കലയാണ്? റെക്കോർഡ് ചെയ്യുക. എന്താ റെക്കോർഡ് ചെയ്യുന്നത് ലാസ്റ്റ് പറയും. ക്ലാസിഫൈ വേർതിരിക്കുക, ഓരോരോന്നായിട്ട് വേർതിരിക്കുക. സമ്മറൈസിങ്, എന്നിട്ട് നമ്മൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു കാര്യം സമ്മറൈസ് ചെയ്യുന്നു. എന്താണ് ഡീറ്റെയിൽ ആയിട്ട് താഴെ പറയും. അനലൈസിങ്, നമ്മൾ അനലൈസ് ചെയ്യുന്നു. ആൻഡ് ഇന്റർപ്രറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാം അങ്ങനെയൊക്കെ ആലോചിക്കില്ല, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാന്ന് പറയാം. ദ ബിസിനസ് ട്രാൻസാക്ഷൻ, എന്താണ് ഇതൊക്കെ ചെയ്യുന്നത്? ബിസിനസ്സിലുള്ള ട്രാൻസാക്ഷൻസ് സിസ്റ്റമാറ്റിക്കലി, എങ്ങനെയെങ്കിലും അല്ല സിസ്റ്റമാറ്റിക്കലി, ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ ബിസിനസ് റിസൾട്ട് ടു ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഇൻ അക്കൗണ്ടിങ്. ഓക്കെ, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു കലയാണ്. എന്തിന്? ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക. എന്നിട്ട് അത് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? യൂസേഴ്സുമായിട്ട്. യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണം, നമ്മൾ അവിടുത്തെ അക്കൗണ്ടും കാര്യങ്ങളും ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? അതിന്റെ ഓണേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതിനെയാണ് എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ മനസ്സിലായോ? യെസ്. അപ്പോ ഈ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് നോട്ട് ചെയ്യാം. യെസ്. ഇനി അപ്പൊ അക്കൗണ്ടിങ് എന്നാണ് മനസ്സിലായല്ലോ. വേറെയും ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ ബുക്ക് കീപ്പിങ്ങിലോട്ട് വരാം. ഓക്കെ, ഈ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് അക്കൗണ്ടിങ് തന്നെ. ഓക്കെ, സോ ആക്ച്വലി ഇവർ ആദ്യം ബുക്കിംഗ് വേണമല്ലോ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിതൊക്കെ വായിച്ചു നോക്കണം കേട്ടോ. നമുക്കൊരു ബെറ്റർ ഇംഗ്ലീഷ് നമ്മളെടുത്ത് കയ്യിൽ വരാനും അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ ഈസ് എ നോട്ട് എ എന്താ പറയാ ഇൻഫർമേഷൻ, ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ. എഡ്യൂക്കേഷൻ നമുക്ക് വന്നുകൊണ്ട് ജസ്റ്റ് അതൊരു ഇൻഫർമേഷൻ ആയിട്ട് തലയിലിരുന്ന പോലെ നമ്മുടെ ലൈഫ് അതിനനുസരിച്ച് നമ്മളെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, മനസ്സിലാവാത്ത ചോദിക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു പാരഗ്രാഫ് വായിക്കാം. എല്ലാ പാരഗ്രാഫും നമ്മൾ വായിക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ബിഹേവിയർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ വായിക്കാൻ പറയുന്നത്. ഇവിടെ എ ബിസിനസ് അണ്ടർടേക്സ് എ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ക്യാൻ യു എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ബിസിനസ് അണ്ടർടേക്സ്? എത്രത്തോളം ഉണ്ടാവും നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും, കണക്കൂട്ടാൻ പറ്റും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് ബിസിനസ് എൻറ്റിറ്റി. അതൊരു ബിസിനസ് എൻറ്റിറ്റിയുടെ വലുപ്പത്തിനനുസരിച്ചാണ്. എവറി ഡേ ബിസിനസ് ട്രാൻസാക്ഷൻ മേ ബി അറൌണ്ട് 100 or 1000s, 100 1000 ട്രാൻസാക്ഷൻസ് ഒരു ദിവസം ഉണ്ടാവും. ഓക്കെ, ക്യാൻ എ ബിസിനസ് മാൻ റിമെമ്പർ ഓൾ ദിസ് ഇൻ എവറി റെസ്പെക്ട്? എല്ലാത്തിലും നമുക്ക് ഇങ്ങനത്തെ ഓരോ ബിസിനസ് മാനെ ഓർത്തിരിക്കാൻ പറ്റുമോ? നോട്ട് ഓൾ. ഇറ്റ് ബിക്കം നെസസറി ടു റെക്കോർഡ്. ഇതൊക്കെ ഓർത്തിരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യാന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്. ഇൻ ഡീറ്റെയിൽസ് ഇൻ സിസ്റ്റമാറ്റിക് മാനർ. ഇങ്ങനെ റെക്കോർഡ് ചെയ്താൽ പോരോ? സിസ്റ്റമാറ്റിക് ആയിരിക്കും. സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഏറ്റവും പെർഫെക്റ്റ് വേയിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുക, അതിനാണ് സിസ്റ്റമാറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ട് അങ്ങനെ മനസ്സിലാക്കും. റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ സിസ്റ്റമാറ്റിക് മാനർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഈസ് കോൾഡ് ബുക്ക് കീപ്പിംഗ്. എന്താ പറയുന്നത്? റെക്കോർഡിംഗ് ഓഫ്. അപ്പൊ ബുക്ക് കീപ്പിംഗ് എന്താ ഇവിടെ സെന്റൻസ്? റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ സിസ്റ്റമാറ്റിക് മാനർ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കോൾഡ് ബുക്ക് കീപ്പിംഗ്. അപ്പൊ ബിസിനസ് ട്രാൻസാക്ഷൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഭാഗമാണ്. അത് ജസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതാണോ? അല്ല. സമ്മറൈസിങ്, അനലൈസിങ്, ഒന്നുകൂടെ ഡീപ്പർ ടേം ആണ് ഏത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പക്ഷെ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഒന്നുകൂടെ ലെസ്സർ ടേം. മനസ്സിലായോ?
ഇതാകണം അവിടെ വീണ്ടും ഡെഫിനിഷൻ. ദ ആർട്ട് ഓഫ് കീപ്പിംഗ് എ പെർമനന്റ് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് ബുക്ക് കീപ്പിംഗ്. അവിടെ ഈ ബുക്ക് കീപ്പിംഗ് എന്താ പറയുക മനസ്സിലായി? അതായത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് എന്താ, ബിസിനസ്സിലെ ട്രാൻസാക്ഷൻ ജസ്റ്റ് റെക്കോർഡ് ചെയ്യാന്ന് മാത്രമേ. പക്ഷേ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ അതാണോ ആർട്ട് ഓഫ് അവിടെ റെക്കോർഡിംഗ് ഉണ്ട്. അതായത് ബുക്ക് കീപ്പിംഗും ഏതിലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിങ്ങിന് ഉൾപ്പെടെ റെക്കോർഡിങ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്. അപ്പോൾ ഒന്നുകൂടെ വലിയ ഒരു നാരോ ടേമാണ് ബുക്ക് കീപ്പിംഗ് എന്നുണ്ടെങ്കിൽ ബുക്ക് കീപ്പിംഗ് കൊണ്ട് അടങ്ങുന്ന എല്ലാത്തിനും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടേമാണത് അക്കൗണ്ടിങ്. അപ്പൊ അക്കൗണ്ടിങ് എന്താണെന്ന് മനസ്സിലായോ? അക്കൗണ്ടിങ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ വായിച്ചു. അതുപോലെ തന്നെ അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ ഡെഫിനിഷൻ ആസ് ഫോളോസ്. നമ്മുടെ വേറൊരു ഡെഫിനിഷൻ പറഞ്ഞതാണ്. സോ നിങ്ങൾ ആ ഡെഫിനിഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, മാക്സിമം അത് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ ശ്രമിച്ചോണ്ട്. ഓക്കെ, ഇനി താഴെ പറയുന്നു, ഇൻ ഓർഡർ ടു അപ്രീഷിയേറ്റ് നേച്ചർ ഓഫ് അക്കൗണ്ടിങ് ടു അണ്ടർസ്റ്റാൻഡ് ഡെഫിനിഷൻ അക്കൗണ്ടിങ്. താഴെ ഈ ഒരു ഡെഫിനിഷൻ മനസ്സിലാക്കണം. എന്താ പറയാ, ഇറ്റ് ഈസ് എ പ്രോസസ്. ഞാൻ മറ്റേ ഡെഫിനിഷൻ കൊണ്ട് ഞാൻ വായിക്കാം. Identifying, measuring, recording and communicating the requirement of information relating to economic events of an organization to the interested users. ഇതെന്ന് പറഞ്ഞാലും സെയിം മീനിങ് വരുന്നതാണ് ഉണ്ടാവും. ഇറ്റ് ഈസ് ദ പ്രോസസ്. ഇതൊരു പ്രോസസ്സാണ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. എന്തിന്? ഓഫ് ഐഡന്റിഫൈ. ആദ്യം ഐഡന്റിഫൈ ചെയ്യണം എന്തൊക്കെ ബിസിനസ് ട്രാൻസാക്ഷൻസ് നടന്നു. ഐഡന്റിഫൈ പറഞ്ഞാൽ മനസ്സിലായി, ഇത് നടന്നു, നടന്നില്ല, മനസ്സിലായി. എന്ത്? റെക്കോർഡിങ്. പിന്നെ അത് റെക്കോർഡ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റിംഗ് the required information related to economic events. എല്ലാ ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ എക്കണോമിക് ഇവന്റ്സ്. അപ്പൊ ഇതിലൊക്കെ ടേംസുകൾ നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന കുറെ ടേംസുകളുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് താഴെ പറയാൻ പോകുന്നത്. ഈ ഡെഫിനിഷൻസ് ഒന്നും ഇങ്ങനെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്താണ് അക്കൗണ്ടിങ് എന്നതും അക്കൗണ്ടിങ് എന്തുകൊണ്ടാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇതൊക്കെ മനസ്സിലായാലേ നമ്മൾ ഇതിന്റെ പ്രോബ്ലം പാർട്ടും നമുക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിൽ നമ്മൾ പറഞ്ഞു എക്കണോമിക് ഇവന്റ്സ്. എന്താ എക്കണോമിക്സ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വായിച്ചു തരാം. എക്കണോമിക് ഇവന്റ്സ് അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് എക്കണോമിക്? ഇറ്റ് ഈസ് ദ ഒക്കറിങ് the consequence to a business organization which consist of transactions that are measurable in terms of money. So, occurring of consequence of a business organization. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ അതിനുശേഷം പിന്നെ കുറെ ട്രാൻസാക്ഷൻസ് തുടങ്ങും. എന്തായിരിക്കണം? കൺസിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ ദാറ്റ് ഈസ് മെഷറബിൾ ബൈ മണി. പൈസയുടെ ടേംസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? അത് മെഷർ ചെയ്യാൻ പറ്റും. സപ്പോസ് ഒരു കടയിലൂടെ ഒരാൾ വന്നുപോയി, അത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ അവിടെ ഒരാൾ ഒരു കാര്യം പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മെഷർ ചെയ്യണം. സോ അപ്പൊ മെഷറബിൾ ആയിരിക്കണം ഇൻ ടേംസ് ഓഫ് മണി. യെസ്. പിന്നെ നമ്മുടെ പർച്ചേസ് ഓഫ് മിഷനറി കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഇൻസ്റ്റാളിങ് ആൻഡ് കീപ്പിംഗ് ഇറ്റ് റെഡി ഫോർ മാനുഫാക്ചറിങ് എക്കണോമിക് ഇവന്റ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ദ ട്രാൻസാക്ഷൻസ് ആർ buying machine, transporting the same, preparation of installation, incurring the expenses in installment. എന്താ പറയുന്നവരോ ഇപ്പൊ സപ്പോസ് നമ്മളൊരു മെഷീൻ മേടിക്കുകയും അത് ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറയുന്നത് ഒരു എക്കണോമിക് ഇവന്റ് എന്ന് പറയുന്നത്. അത് മേടിക്കുക എന്ന് പറഞ്ഞാൽ പർച്ചേസ്, അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ അതിന് എന്തെങ്കിലും കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് നോക്കണം. അതുപോലെ തന്നെ അതൊക്കെ എന്ന് പറയുന്നത് എക്കണോമിക്. അപ്പൊ എക്കണോമിക് ഇവന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇത്ര മനസ്സിലായി. പൈസ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ഇവന്റിനെ പറയുന്ന പേരാണ് എക്കണോമിക് ഇവന്റ്. മനസ്സിലായോ? യെസ്. അപ്പൊ പൈസ ഇൻവോൾവ് ചെയ്ത എന്ത് കാര്യം ഉണ്ടോ അതിനൊക്കെ നമുക്ക് എന്ത് പറയാം? എക്കണോമിക് ഇവന്റ് എന്ന് പറയാം. യെസ്. പിന്നെ നോക്കടാ ഐഡന്റിഫിക്കേഷൻ. ഇനി ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അപ്പൊ ഇനി ഐഡന്റിഫിക്കേഷൻ എന്താ? ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇംപ്ലൈസ് ഡിറ്റർമൈൻ വാട്ട് ഈസ് ട്രാൻസാക്ഷൻ ആർ ടു ബി റെക്കോർഡഡ്. എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മൾ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, യെസ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇത് ജസ്റ്റ് ഒരു ഐഡിയ തരുന്നുള്ളൂ കേട്ടോ. പിന്നെ മെഷർമെന്റ്സ്. ഇനി നമ്മൾ അങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട്, ഇതിന് എത്ര പ്രൈസാണ് നമ്മൾ ഇടേണ്ടത്, എത്ര എമൗണ്ട് ആയിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്, അതിനാണ് മെഷർമെന്റ്സ്. ഓക്കെ, എന്നിട്ട് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നു. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. എന്താ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ
അപ്പൊ സപ്പോസ് ഒരു കൊല്ലത്തിൽ പ്രോഫിറ്റ് ആണെന്ന് വിചാരിക്കും. സപ്പോസ് ഒരു പ്രൊഡക്റ്റ് നമുക്ക് ലോസ് മാത്രം ഉണ്ടാവണം എന്ന് വിചാരിക്കും. അങ്ങനത്തെ ആ ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ, നമ്മൾ അക്കൗണ്ടിൽ നിന്നും നമ്മൾ കണ്ടെത്തുന്ന കുറെ കാര്യങ്ങൾ. ഓക്കെ, ആ കാര്യങ്ങൾ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ഓണേഴ്സുമായിട്ട്. ചിലപ്പോൾ ഓണേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ബാങ്കുമായിട്ട്, ചിലപ്പോൾ ഗവൺമെന്റ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റാന്ന് പറഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അതിനെ നമ്മൾ പറയുന്നത് വരെ യൂസേഴ്സ്. അപ്പൊ ഓണർ, ഗവൺമെന്റ്. അപ്പൊ ആ ടേം പഠിച്ചോ, യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ്, ബാങ്ക്. ആരൊക്കെയാണ് ഈ അക്കൗണ്ടിങ്ങിന്റെ ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നത്? അവരൊക്കെ നമ്മൾ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഓർഗനൈസേഷൻ. എന്താ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? റെഫേഴ്സ് ടു എ ബിസിനസ് എന്റർപ്രൈസ് വെദർ പ്രോഫിറ്റ് ഓർ നോട്ട് ഓറിയന്റഡ്. പ്രോഫിറ്റ് ഓറിയന്റഡ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും ചിലതിനൊന്നും പ്രോഫിറ്റ് ഓറിയന്റഡ് ആവില്ല. അപ്പൊ ട്രസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ, സോ ചാരിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്, അവർക്കൊന്നും പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നില്ല. അപ്പൊ അത് ഉണ്ടാക്കുന്നതാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമ്മൾ അതിന് എന്ത് പറയും? ഓർഗനൈസേഷൻ എന്ന് പറയും. ഓക്കെ. ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. യൂസേഴ്സ് മേ ഇൻ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ മേക്ക് ദി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ്. കണ്ടോ, യൂസേഴ്സ്, ഇതിന്റെ ഓണേഴ്സ്, അവരായിരിക്കും എന്ത് ചെയ്യുന്നത്? കിട്ടുന്ന ഇൻഫർമേഷൻ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്യുക? ഫൈനാൻഷ്യൽ ഡിസിഷൻസ്. ഇപ്പോൾ സപ്പോസ് കമ്പനി ലോസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഡിസിഷൻസ്. അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടും പല പല കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാണ്ടാവും. അതൊക്കെ ഏതിന്റെ ബേസിസിൽ ഇരുന്നത്? അക്കൗണ്ടിങ്ങിന്റെ ബേസിസിലാണ് എടുക്കുന്നത്. സോ അക്കൗണ്ടിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്. ഇനി എവല്യൂഷൻ ഓഫ് അക്കൗണ്ടിങ് ആണ്. ജസ്റ്റ് വായിച്ചാൽ മതി എങ്ങനെയാണ് അക്കൗണ്ടിങ് വന്നത് എന്നുള്ളതാണ്. ഓക്കെ. യെസ്. ഈ അക്കൗണ്ടിങ് സമ്മറൈസ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സിനെ എങ്ങനെ സമ്മറൈസ് ചെയ്യും? ഇതൊക്കെ ഒരു എക്കണോമിക് ഇവന്റ് നടക്കുന്നു. സപ്പോസ് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു മെഷീൻ പർച്ചേസ് ചെയ്ത് വിചാരിക്കും. അങ്ങനെ വെച്ചാൽ എക്കണോമിക് ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ മെഷീൻ പർച്ചേസ് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അക്കൗണ്ടിങ് പ്രോസസ് എന്ത് ചെയ്യുന്നു? നമ്മളത് ഐഡന്റിഫൈ ചെയ്യുന്നു. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുന്നു, നമ്മളത് റെക്കോർഡ് ചെയ്യുന്നു. അല്ലേ? കുറെ എക്കണോമിക് ഇവന്റ്സ് നടക്കുന്നു, നമ്മളത് ഐഡന്റിഫൈ ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, അതിനനുസരിച്ച് വേണ്ടുള്ള ആവശ്യമായിട്ടുള്ള ടേക്ക് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നു, അത് ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. യെസ്. ദെൻ അതെന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേറ്റിംഗ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഓണേഴ്സായിട്ട് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവരതിന്റെ ബേസിൽ എന്ത് ചെയ്യും? ഡിസിഷൻസ് എടുക്കും. അപ്പൊ നോക്കടാ, ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ നല്ല സമയം ഒരു ഇയർ എന്ന് കൂട്ടുക. ഒരു വർഷത്തിൽ കുറെ ഇവന്റ്സ് നടക്കും. നമ്മൾ എന്ത് ചെയ്യും? ഒക്കെ പാടെ എന്ത് ചെയ്യും? നമ്മളിത് ഒന്നുകൂടെ ഷോർട്ടായിട്ട് പറയാം. നമ്മളിതൊക്കെ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. അപ്പൊ അത് കുറെ ഇവന്റ്സ് നടക്കും. അതാണ് എക്കണോമിക് ഇവന്റ്സ്. എന്നിട്ട് നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോസസ്സിലൂടെ കടന്നു പോകും. നമ്മളിത് റെക്കോർഡ് ചെയ്യും, സമ്മറൈസ് ചെയ്യും. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ആ പ്രോസസ് ചെയ്യും. ആ പ്രോസസ്സ് നമ്മൾ പഠിക്കാനിരിക്കുന്നു. എന്നിട്ട് ആ പ്രോസസ്സിന് ശേഷം അത് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ഇപ്പൊ ഈ വർഷം ലോസ് ആണ് ഉണ്ടായത്, പ്രോഫിറ്റ് ആണ്, ഏതിലാണ് ലോസ്, എത്രയാണ് പ്രോഫിറ്റ്, കാര്യങ്ങളൊക്കെ നോക്കും. എന്നിട്ട് അത് ആരോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? യൂസേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദെൻ അവരതിനനുസരിച്ച് ഡിസിഷൻസ്, ആക്ച്വലി ഡിസിഷൻ ഈ പ്രോസസ്സിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. എന്താണ് തമ്മിലുള്ള ഡിഫറൻസ്? സോ ഫസ്റ്റ് നോക്കിക്കോ, നേച്ചർ. ഓരോതിന്റെ ബേസിക്സ് ഓഫ് ഡിഫറൻസ് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് കൺസേൺ എന്താ ബുക്ക് കീപ്പിംഗിന്റെ ഇത് പറയുന്നത്? ഇറ്റ് കൺസേൺ വിത്ത് ഐഡന്റിഫൈ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, മെഷറിംഗ് ദം മോണിറ്ററി ഐറ്റംസ്, റെക്കോർഡിംഗ് ആൻഡ് ക്ലാസിഫൈ ദം. അപ്പൊ ജസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ നടന്നതിനാൽ അതിനെ റെക്കോർഡ് ചെയ്യുക, അതുപോലെ തന്നെ ക്ലാസിഫൈ ചെയ്യുക, ഇതിന് മാത്രം പറയുന്ന പേരാണ് എന്ത്? ബുക്ക് കീപ്പിംഗ്. പക്ഷെ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാലോ, ഇറ്റ് കൺസേൺ വിത്ത് ദ സമ്മറൈസിങ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ. ഈ ബുക്ക് കീപ്പിൽ നമ്മൾ കുറെ റെക്കോർഡ് ചെയ്തു, കുറെ ക്ലാസിഫൈ ചെയ്തു, അതിനെ സമ്മറൈസിങ് കൂടെ പ്രോസസ് കൂടെ കൂട്ടിയതാണ് എന്ത്? അതുപോലെ തന്നെ അത് കമ്മ്യൂണിക്കേഷൻ റിസൾട്ട് യൂസേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് കൂടെ പറയുന്ന പേരാണ്. അതായത് ബുക്ക് കീപ്പിംഗ് ചെയ്തതിന് ശേഷം ആ ബുക്ക് കീപ്പിംഗിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് സമ്മറൈസ് ചെയ്യുകയും, എന്താണ് സമ്മറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് പല സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. സോ അത് ഉണ്ടാക്കുകയും അതിനുശേഷം ആ റിസൾട്ട് നമ്മുടെ ഓണേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് അക്കൗണ്ടിങ് പറയുന്നത്. ഓക്കെ. ഒബ്ജക്റ്റീവ് എന്താണ് അതിന് ലക്ഷ്യം? ബുക്ക് കീപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ. സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യാന്ന് മാത്രം. എയിംസ് അസേർട്ടിംഗ് ദ ബിസിനസ് ഇൻകം. ബിസിനസ്സിൽ എത്ര ഇൻകം കിട്ടിയെന്ന് നോക്കുന്നത് ഏതിലാ? അക്കൗണ്ടിങ്ങിലാ. ആൻഡ് ഫൈനാൻഷ്യൽ പൊസിഷൻ, എത്രത്തോളം ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആണ് കമ്പനിയിൽ എത്രത്തോളം വെൽത്ത് ഉണ്ട്, കമ്പനിയുടെ പൊസിഷൻ എത്ര ടേൺ ഓവർ ഉണ്ട്, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏതാക്കണം? ബൈ മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷന് മെയിൻറ്റെയിൻ ചെയ്തിട്ട്. ഫങ്ഷൻസ്, ഇറ്റ് ഈസ് റെക്കോർഡ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ, സോ ഇറ്റ് ഈസ് സ്കോപ്പ് ലിമിറ്റഡ്. ജസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ?
ബുക്ക് കീപ്പിംഗ്. അതുകൊണ്ട് സ്കോപ്പ്, അതിൻ്റെ ഒരു ഏരിയ, അത് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, interpreting transaction and communicating the result. The scope is quite wide. നമ്മൾ ബുക്ക് കീപ്പിംഗ് ആയിട്ട് നോക്കുമ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ടേമും അതിന്റെ പ്രൊസീജിയറും ഒന്നുകൂടെ വൈഡ് ആണ്. പക്ഷെ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ജസ്റ്റ് റെക്കോർഡ് ചെയ്യുക, അതിന് നമ്മൾ എന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് ബേസിസ്. പിന്നെ വൗച്ചേഴ്സ് ആൻഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആർ നെസസറി ടു എവിഡൻസ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഇവിടെ ഇപ്പോൾ ഒരു പർച്ചേസ് നടന്നു, അല്ലെങ്കിൽ മെഷീൻ വാങ്ങി നമ്മൾ വെറുതെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അതിന്റെ ബില്ല് അതിനെ വൗച്ചർ എന്ന് പറയും. ആ വൗച്ചറോ അതെന്താ നമ്മൾ ചെക്ക് ചെയ്യണം, ആ വൗച്ചറിലൊക്കെ എമൗണ്ട് ഉണ്ട്, അതിനനുസരിച്ച് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, പ്രൂഫാണ്. ബുക്ക് കീപ്പിംഗ് വർക്ക്സ് ആസ് ദ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ഉണ്ടാവും അക്കൗണ്ടിങ്ങിന്റെ ബേസ് ആണ് എന്ത്? റെക്കോർഡ് ചെയ്യുക. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഏതിന്റെ ബേസാണ്? അക്കൗണ്ടിങ്. അതായത് ബുക്ക് കീപ്പിംഗ് ചെയ്താലേ അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റും. അക്കൗണ്ടിങ് ആണ് ഉദ്ദേശിക്കുന്നത് എന്താ? സംറൈസിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. കാരണം മെയിൻ അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാലോ റെക്കോർഡിംഗ് ആൻഡ് ക്ലാസിഫൈങ്, അതാണ് ഇവിടെ വരുന്നത് ബുക്ക് കീപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ്. പിന്നെ ലെവൽ ഓഫ് നോളജ്. ലെവൽ ഓഫ് നോളജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇനഫ് ടു ഹാവ് എലമെന്ററി നോളജ് ഓഫ് അക്കൗണ്ടിങ് ടു ദ ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സപ്പോസ് അവിടെ നമുക്കൊക്കെ ജോബ് കിട്ടിയാല് ബില്ല് അടിക്കാനേ കിട്ടൂലടാ നമുക്ക് ഏതെങ്കിലും ജോബിൽ. അത് ആക്ച്വലി എന്തല്ല, അക്കൗണ്ടിങ് അല്ല, അത് ശരിക്കും ബുക്ക് കീപ്പിംഗ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോർ അക്കൗണ്ടിങ് അഡ്വാൻസ്ഡ് ഇൻ ഡെപ്ത് നോളജ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് റിക്വയർഡ്. അക്കൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഡെപ്ത് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിൽ ഒന്നുകൂടെ കൺസെപ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉള്ളൂ ഇത് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റൊക്കെയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്. ചാർട്ടേഡ് അക്കൗണ്ട്സ്, ACCA, CMA അങ്ങനത്തെ കേട്ടിട്ടുള്ളത് അവരാണ് ആക്ച്വൽ അക്കൗണ്ടന്റ്. ബാക്കിയുള്ളവരൊക്കെ ശരിക്കും ബുക്ക് കീപ്പിംഗ് ഇങ്ങനെ ഒരു ഇൻഡെപ്തിലോട്ട് പോകുന്നില്ല. അതിൽ ഇൻഡെപ്ത് നോളജ് ഉള്ള ആർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അക്കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ ബുക്ക് കീപ്പ് ചെയ്യാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കാരണമാണ്. ഓക്കെ, പിന്നെ നോക്കടാ റിലേഷൻ. ബുക്ക് കീപ്പിംഗ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു അക്കൗണ്ടിങ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അക്കൗണ്ടിങ് ബിഗിൻസ് ദ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. ബുക്ക് കീപ്പിംഗ് എവിടെയാണ് അവസാനിക്കുന്നത് അവിടെയാണ് അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നത് ആക്ച്വലി തുടങ്ങുന്നത്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. ഇപ്പൊ ഇനി നോക്കട്ടെ. കീപ്പിംഗ് സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് എന്താ പറയുന്നത്? ബുക്ക് കീപ്പിംഗ്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഈസ് എന്താ? അക്കൗണ്ടിങ്. ഓക്കെ, അതുപോലെ തന്നെ നോക്കാം ഇൻട്രസ്റ്റഡ് യൂസ്. മൂന്നാമത്തത് ദ ഹോൾ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ സിസ്റ്റമാറ്റിക്കലി, കമ്മ്യൂണിക്കേറ്റിംഗ് ബിസിനസ് റിസൾട്ട് ടു ദ ഇൻട്രസ്റ്റഡ് users of financial information is known as accounting. Okay, interested users of accounting information ആരൊക്കെ ആയിരിക്കും? ഞാൻ പറഞ്ഞല്ലേ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. ഇതിൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബാങ്ക്, അതുപോലെ തന്നെ ഗവൺമെന്റ്, ഓണേഴ്സ്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും. സപ്പോസ് ഗവൺമെന്റ് എന്ന് കൊടുക്കാം, ഓണർ എന്ന് കൊടുക്കാം, ഓക്കെ, എക്സെട്ര കുറെ ആൾക്കാരുണ്ടോ ബാങ്ക് എന്നൊക്കെ കൊടുക്കുവാണെങ്കിൽ. ഓക്കെ, ജസ്റ്റ് നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലായല്ലോ. ഇനി ബ്രാഞ്ചസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ബ്രോഡർ ടേം ആണ്, കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അക്കൗണ്ടിങ്ങിന് കുറെ ബ്രാഞ്ചുകളുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഫസ്റ്റ് വണ്ണാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. ഓക്കെ, യെസ്. കൺസേൺഡ് വിത്ത് ദ ട്രാൻസാക്ഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ ക്യാരക്ടർ. ഫൈനാൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക, അത് സമ്മറൈസ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക യൂസേഴ്സുമായിട്ട്. അതിനെ പറയുന്ന പേരാണ് അത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇനി രണ്ടാമത്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്. എന്താ കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ CMA എന്ന് പറയുന്ന ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് കോഴ്സാണ്. CA-കാരാണ് നമ്മുടെ ഫൈനാൻഷ്യൽ നോക്കുന്നത്. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഉദ്ദേശിക്കുന്നത് സപ്പോസ് എടാ നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, നമുക്ക് ചെറിയ കാര്യമായിട്ട് തോന്നും, പക്ഷെ അതൊരു വലിയൊരു ബിസിനസ് പറയുമ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ഏരിയ തന്നെയാണ്, ഒരുപാട് നല്ല ഡെപ്തിൽ പഠിക്കാനുള്ള ഒരു വലിയ ഏരിയ ആണത്. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ സപ്പോസ് നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, അതിന് എത്ര പ്രൈസ് ഇടണം? നമുക്ക് തോന്നിയ പോലെ പ്രൈസ് ഇടാൻ പറ്റുമോ? ഒരു വലിയ ബിസിനസ്സുകാരന് അല്ലേ അതിന്റെ കോസ്റ്റ് ഒക്കെ നോക്കണം, കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യണം. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടും ഏതിൽ ഉദ്ദേശിക്കുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
It analyzes the expenditure as to ascertain the cost of various products manufactured by the firm and fix the prices. എന്താ പറഞ്ഞത്? ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ഫേം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ്, ഫേം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ്. ഓക്കെ, ഒരു ബിസിനസ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? അതിന്റെ കോസ്റ്റ് കണ്ടെത്തുക, അതിന് എത്ര ചെലവായി, അതുപോലെ തന്നെ അത് എത്ര രൂപക്കാണ് വിൽക്കേണ്ടത്. ഇതിനെ പറയുന്ന പേരാണ് കോസ്റ്റ് അക്കൗണ്ട്. സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറഞ്ഞു. ഇതൊക്കെ എന്തിന്റെ ഭാഗം തന്നെയാണ്? അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ആ ടേമിന്റെ ഭാഗം തന്നെയാണ്. ഇനി മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. എന്താ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്? ഇറ്റ് കൺസേൺ വിത്ത് ജനറേറ്റിംഗ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഫണ്ട്സ്, കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് എക്സെട്ര. കുറേ പൈസ വരും, പല പല പൈസകൾ നമ്മൾ വരും. ഇതിങ്ങനെ മാനേജ് ചെയ്യില്ല, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്ര രൂപ അഡ്വർടൈസ്മെന്റ് ചെലവാക്കണം, ഇത്ര രൂപ നമ്മുടെ കോസ്റ്റിലോട്ട് അലോക്കേറ്റ് ചെയ്യണം, ഇത്ര രൂപ സാലറിയിലോട്ട് മാറ്റിക്കണം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കോസ്റ്റ് ഒക്കെ ഉണ്ട് എത്രയാണ് കറക്റ്റാക്കി മനസ്സിലാക്കുക, അതുപോലെ തന്നെ പ്രൈസ് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് എന്ത് നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് ടാക്സ് അക്കൗണ്ടിങ്. എന്താ ടാക്സ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? The branch of accounting has borne in response to difficult tax laws such as relating income tax, sales tax, etc. നമ്മുടെ ഇപ്പോൾ GST നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. എത്രത്തോളം ടാക്സ് അടക്കണം, എത്രത്തോളം ഇൻകം ടാക്സ് അടക്കണം, എത്രത്തോളം GST മന്ത്ലി ആണ് അടക്കുക, ഇൻകം ടാക്സ് നമ്മൾ ഇയർലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമ്മൾ എത്രത്തോളം ടാക്സ് അടക്കണം കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുന്നത്? ടാക്സ് അക്കൗണ്ടിങ് പറയും അല്ലെ. ടാക്സ് പ്രാക്ടീഷണർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതും ഏതിന്റെ ഭാഗമാണ്? അക്കൗണ്ടിങ്. ഇതൊക്കെ ഇതിന്റെ ബ്രാഞ്ചാണ്. എന്താ ബ്രാഞ്ചാണ്? ചില്ലകളാണ്. ഇതൊക്കെ അക്കൗണ്ടിങ്ങിന്റെ പാർട്ടാണ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി സോഷ്യൽ അക്കൗണ്ടിങ്. എന്താ സോഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? ദ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ഈസ് നോൺ ആസ് സോഷ്യൽ റിപ്പോർട്ടിംഗ് ഓർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് അക്കൗണ്ടിങ്. ഇവിടെ സോഷ്യലി കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ടാവും ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം. സോ ഇപ്പോൾ എയർ പൊല്യൂഷൻ വരുന്നുണ്ടോ, ഇപ്പോൾ ഒരു കമ്പനി നമ്മൾ റൺ ചെയ്യുമ്പോൾ അത് കാരണം എത്രത്തോളം ഹാർംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്ത് അന്തരീക്ഷത്തോട്ട് തള്ളുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ദാറ്റ്സ് എ പാർട്ട് ഓഫ് അക്കൗണ്ടിങ്. മനസ്സിലായോ? സോഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ. ഇറ്റ് ഡിസ്ക്ലോസ് ദ സോഷ്യൽ ബെനിഫിറ്റ് ക്രിയേറ്റ് ദ കോസ്റ്റ് ഓഫ് ഇൻക്ലൂഡ് ബൈ ദ എന്റർപ്രൈസ്. സോഷ്യൽ ബെനിഫിറ്റ് ഇൻക്ലൂഡ് സച്ച് ഫെസിലിറ്റി, മെഡിക്കൽ, ഹൗസിംഗ്, എഡ്യൂക്കേഷൻ. ഇപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ കുറെ അലവൻസസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടാവില്ലേ? എംപ്ലോയീസിന് കൊടുക്കും. നിങ്ങൾ നല്ല കമ്പനിയിലാണെന്ന് എഡ്യൂക്കേഷൻ അലവൻസ്, ട്രാവൽ അലവൻസ്, ഇതിനൊക്കെ നമ്മൾ കിട്ടും. നമ്മുടെ കുട്ടികൾക്കുള്ള അലവൻസസ്, സോ അതൊക്കെ കിട്ടും. അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഒരു സോഷ്യൽ വെൽഫെയർ കൊടുക്കല്ലടാ, അവർക്ക് ഹെൽപ്പ് ചെയ്യല്ലേ. സോ അതിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നതാണ് എന്ത്? സോഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. ഓക്കെ, എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? എന്തിനാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുക? ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്യം. എന്തിനാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്? അക്കൗണ്ടിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഫൈൻഡിങ് ഔട്ട് വേരിയസ് ബാലൻസസ്. സോ ഫസ്റ്റ് ഒന്നാണ് ഫൈൻഡിങ് ഔട്ട് വേരിയസ് ബാലൻസസ്. നിങ്ങൾക്കത് നോട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നോട്ട് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് നിങ്ങൾ നോട്ട് ചെയ്തതിന് ശേഷം മാത്രം ബാക്കി കണ്ടിന്യൂ. ഓക്കെ, നോക്കടാ. ഫസ്റ്റ് ആണ് ഫൈൻഡ് ഔട്ട് ദ വേരിയസ് ബാലൻസസ്. അതിനാണ് ഫസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യും. എന്തിനാണ്? സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് വിഷൻ ട്രാൻസാക്ഷൻ ഫോർ വൈറ്റൽ ഇൻഫർമേഷൻ അബൌട്ട് ദ വേരിയസ് ബാലൻസസ് ലൈക്ക് ക്യാഷ് ബാലൻസ്. സപ്പോസ് എടാ ബിസിനസ് ആകുമ്പോൾ കുറെ ആൾക്കാർ അടിച്ചു മാറ്റാൻ ചാൻസ്. ഓക്കെ, ക്യാഷ് അടിച്ചു മാറ്റാം, ബാങ്കിൽ നിന്ന് പല ഫ്രോഡ് വഴി പൈസ എടുക്കാം, ആവശ്യമില്ലാത്ത എക്സ്പെൻസ് ഒക്കെ അടിച്ചിട്ട് അതിന്റെ പൈസ എംപ്ലോയീസ് എടുക്കാം. സോ നമ്മളത് ചെക്ക് ചെയ്യണം, ക്യാഷ് ബാലൻസ് ഒക്കെ കറക്റ്റ് ആണ്. അപ്പൊ ഓരോന്നിനും കണക്ക് വേണടാ, അതിനാണ്. അപ്പൊ അങ്ങനത്തെ വേരിയസ് ബാലൻസസ്, ക്യാഷ് ബാലൻസ്, എത്ര പൈസ കയ്യിൽ ബാക്കിയുണ്ട് ബാങ്കിൽ, അതൊക്കെ കറക്റ്റ് ആണ് ചെക്ക് ചെയ്യാൻ. എന്ത് വേണം? അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. എന്തിന്റെ? അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്. അതാണ് അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് ലക്ഷ്യം. രണ്ടാമത്തത് പ്രൊവൈഡ് നോളജ് ഓഫ് ട്രാൻസാക്ഷൻ. ഒരു വർഷത്തിൽ ഓണർ എടുത്ത് നോക്കുമ്പോൾ മെയിൻറ്റെയിൻ ബുക്ക് ഓഫ് പ്രൊവൈഡിങ് ദ ഡീറ്റെയിൽ ഓഫ് എവറി ട്രാൻസാക്ഷൻ. എല്ലാത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഓണർ എടുത്ത് നോക്കുകയാണ്. കുറെ ചിലവ് കൂടുതലാണ്, അപ്പോൾ ഓണർ എടുത്ത് അക്കൗണ്ടിങ് നോക്കുമ്പോൾ മനസ്സിലാവും ഇന്ന ചിലവാന്നിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എവിടെ ഉണ്ടാവും? അക്കൗണ്ടിങ്ങിൽ ഉണ്ടാവും. നമ്മൾ ബുക്ക് കീപ്പിംഗ് വഴി റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അസർട്ടൈൻ ദ നെറ്റ് പ്രോഫിറ്റ്. ഒരു വർഷത്തിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് വേണം? അക്കൗണ്ടിങ് വേണം. ഓക്കെ, അതാണ് മൂന്നാമത്തെ പർപ്പസ്. നാലാമത് ഡെബിറ്റിംഗ് ഫൈനാൻഷ്യൽ പൊസിഷൻ. എന്താണ്? ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. ബാലൻസ് ഷീറ്റ് എന്താണെന്ന് നമ്മൾ കുറച്ച് പറയാം കേട്ടോ. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർഡ് ബൈ ഡെബിറ്റ്
ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ് മീൻസ് വാട്ട് ദ ബിസിനസ് ഓൺഡ് ആൻഡ് ഇറ്റ് ഓൺഡ് ടു ദ അതേഴ്സ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര ഡെബിറ്റ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ പൊസിഷൻ എത്ര പൈസ കിട്ടാനുണ്ട്, ബിസിനസ്സിന് എത്ര പൈസ കിട്ടാനുണ്ട്, നിങ്ങൾക്ക് ബിസിനസ് എത്ര പൈസ അങ്ങോട്ട് കൊടുക്കാനുണ്ട്, എത്ര നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്, ഈ കാര്യത്തിൻ്റെ ഒക്കെ എന്ത് ചെയ്യുക, ഫൈനാൻഷ്യൽ പൊസിഷൻ ആണ് ബെറ്റർ പൊസിഷൻ ആണോ, കമ്പനി നഷ്ടത്തിലോട്ട് പോവാണോ, ഒരുപാട് പൈസ കിട്ടാണ്ടോ, എന്തുകൊണ്ട് കിട്ടുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്താ പറയുക ഫൈനാൻഷ്യൽ പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻഫർമേഷൻ ടു ഓൾ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്. ഞാൻ പറഞ്ഞു ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഇൻഫർമേഷൻ കുറേ ആൾക്കാർക്ക് ആവശ്യമാണ്, ബാങ്കിന് ആവശ്യമാണ്, ഗവൺമെന്റിന് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഫ്റ്റർ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ദ പെർഫോമൻസ് ആൻഡ് പൊസിഷൻ ആർ കമ്മ്യൂണിക്കേറ്റ് ടു ദ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്. ആവശ്യമുള്ളവർക്ക് കൊടുക്കണ്ടേ, ഗവൺമെന്റ് ചോദിക്കുമ്പോൾ കൊടുക്കേണ്ടി വരും. ടാക്സ് ഏതിന്റെ ബേസിസിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് എന്ത്, ബാങ്ക് ചോദിക്കണം, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ചോദിക്കുമ്പോൾ ചോദിക്കും അവര് എത്ര കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് എത്ര സെയിൽ ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് എത്ര ടേൺ ഓവർ ഉണ്ടായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. അപ്പൊ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരുമായിട്ട്. ഓക്കെ, പിന്നെ ഫുൾഫില്ലിംഗ് ഓഫ് ലീഗൽ ഒബ്ലിഗേഷൻ. ചില ആൾക്കാർ ഇപ്പൊ കമ്പനികളൊക്കെ എല്ലാ കമ്പനികളും കൃത്യമായിട്ട് അക്കൗണ്ടിങ് കീപ്പ് ചെയ്യും വേണം, അത് ഓഡിറ്റും ചെയ്യണം. സോ ചിലതൊക്കെ എന്തായിരിക്കും ലീഗൽ ഒബ്ലിഗേഷൻ, നിയമപരമായിട്ട് തന്നെ അത് നിർബന്ധമായിട്ട് ചെയ്യണം. മനസ്സിലായോ, അത് ചെയ്യാതിരിക്കാൻ ഒരു ഓപ്ഷനും ഇല്ല, അപ്പൊ അവർ നിർബന്ധമായിട്ട് ചെയ്യണം. ഇപ്പൊ ലീഗൽ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യേണ്ടി വരും. മനസ്സിലായോ. പിന്നെ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. ദ ഫങ്ഷൻസ് പറഞ്ഞാൽ ദ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു പ്രൊവൈഡ് quantitative information of primary financial in the nature of economic entities in the useful making economic decision. Financial accounting performs the following major functions. നോക്കടാ, ഇനി അടുത്തതാണ് മേജർ ഡിസിഷൻസ് എടുക്കണമെങ്കിൽ, നമുക്ക് കുറെ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നമ്മൾ എവിടെയൊക്കെ ആകാശത്ത് നോക്കി എടുക്കാൻ പറ്റുമോ നമുക്ക് ഡിസിഷൻസ് ഇല്ല. ഈ അക്കൗണ്ട്സ് നോക്കിയിട്ടാണ് എന്ത് ഡിസിഷൻസ് എടുക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇത് നോക്കുന്ന ഏതിലാ ഇതിന്റെ ബേസിൽ മെയിൻറ്റെയിനിങ് സിസ്റ്റമാറ്റിക് റെക്കോർഡ്സ് റെക്കോർഡ് ചെയ്യണ്ടോന്ന്, സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ, ബിസിനസ് ട്രാൻസാക്ഷൻ പ്രോപ്പറായി റെക്കോർഡ്, നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യും. മനസ്സിലാവും. ലെഡ്ജർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരാളുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അയാൾ എത്ര നമുക്ക് തരാണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് എത്ര നമ്മൾ കൊടുക്കാണ്ട്. ക്ലാസിഫൈങ് ആൻഡ് അപ്രോപ്രിയേറ്റ് അക്കൗണ്ട്സ് ആൻഡ് സമ്മറൈസ് ടു ഇൻടു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നമ്മളിത് നോക്കിയിട്ട് ഒരു കമ്പനിക്ക് ടോട്ടൽ എത്ര തരാണ്ട് അങ്ങനെ സമ്മറൈസ് ചെയ്യുക, ഒരു ഐഡിയ ഉണ്ടാക്കി എത്ര കമ്പനിക്ക് കിട്ടാണ്ട്, എത്ര കമ്പനിക്ക് കൊടുക്കാണ്ട്, എന്ത് വെച്ചാലും നമുക്ക് പറഞ്ഞു നോക്കാൻ പറ്റും കമ്പനിയെ പറ്റി ഇൻ ഡീറ്റെയിൽ. ദാറ്റ് ഈസ് ദ അനദർ ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ അതാണ് എന്ത് അക്കൗണ്ടിങ്ങിനെ നമ്മളിപ്പോൾ എന്താ പറയുന്നത്, അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, നമ്മൾ അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ ലക്ഷ്യം എന്താ. ഓക്കെ, ലക്ഷ്യം മറക്കരുത്. അടുത്തൊരു പോയിന്റ് ആണ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഫൈനാൻഷ്യൽ റിസൾട്ട്. Financial result. It is the communicate the financial information in respect of net profit. Net profit ആണോ, നെറ്റ് ലോസ് ആണോ, അതുപോലെ തന്നെ അസറ്റ് ലയബിലിറ്റി, അതുപോലെ എത്ര അസറ്റ് ഉണ്ട്, അസറ്റ് എന്താന്നൊക്കെ നമ്മൾ വഴിയെ പറയും കേട്ടോ. ലയബിലിറ്റി, കമ്പനി എത്രത്തോളം കൊടുക്കാണ്ട് കടം, അതൊക്കെ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആരായിട്ട്, യൂസേഴ്സ് ആയിട്ട്. പിന്നെ മീറ്റിംഗ് ലീഗൽ റിക്വയർമെന്റ്സ്. ഞാൻ പറഞ്ഞില്ലടാ പല പല ടാക്സ് ഉണ്ട്. ഇപ്പൊ ജി എസ് ടി അടക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ റെക്കോർഡ് ചെയ്യണം. അല്ലാതെ നമ്മളിത് എവിടെ വെച്ചിട്ടാണ് നമ്മൾ ആരടുത്ത് പോയി പറയും. സോ എന്തിന്റെ ബേസിൽ നമ്മൾ ടാക്സ് അടക്കുക, സോ ഇതൊക്കെ റെക്കോർഡ് ചെയ്യണം. അപ്പൊ നോക്കട്ടെ ലീഗൽ റിക്വയർമെന്റ്സ്, ചില ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ അക്കൗണ്ടിങ് ചെയ്യൽ നിർബന്ധമാണ്. പിന്നെ നമ്മുടെ ഫിക്സിങ് റെസ്പോൺസിബിലിറ്റീസ്, ഡിപ്പാർട്ട്മെന്റ് എന്റർപ്രൈസ്, അതുപോലെ തന്നെ നമ്മുടെ ഫിക്സിങ് ഒന്നുകൂടെ റെസ്പോൺസിബിലിറ്റീസ്, നമുക്കൊന്ന് ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാറുണ്ട്, അക്കൗണ്ടിങ് യൂസ് ചെയ്യാറുണ്ട്. ദ ലാസ്റ്റ് വൺ ഡിസിഷൻ മേക്ക് ചെയ്യാനും എന്തിന്റെ ലക്ഷ്യം തന്നെയാണ്, ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അക്കൗണ്ടിങ് നമ്മൾ കൊണ്ടെടുക്കുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ് അതാണ്. ഓക്കെ, ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഈ പോയിന്റ്സ് മാത്രം എഴുതാം. ഓക്കെ, ഈ ബോൾഡായിട്ട് എഴുതിയിട്ടില്ലേ, ബാക്കി നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതിയാൽ. അപ്പം മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായിട്ടില്ലെങ്കിൽ പറയണം കേട്ടോ. ഇനി നോക്കടാം ദ നെക്സ്റ്റ് വൺ, അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്. ഈ അക്കൗണ്ടിങ് ഒക്കെ നമ്മൾ ചെയ്തു, എന്തിനാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്? വെറുതെ ആരെങ്കിലും അക്കൗണ്ട് ചെയ്യും? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ തന്നെ ചിലവാണ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അക്കൗണ്ടിന് വെക്കണം, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം, ഒരുപാട് ചിലവില്ലടാ. കമ്പ്യൂട്ടർ വേണം, അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം,
അതിന് വേണ്ടിയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ചിലവുകൾ വരും. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കോസ്റ്റ്ലി ആണ്. നമുക്ക് വെറുതെ അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റില്ല, എല്ലാവരും ചെയ്യാറുമില്ല. സോ അങ്ങനെ ചെയ്യുമ്പോൾ വെറുതെ ആരെങ്കിലും ചെയ്യണോ? ഇല്ല, അതിന് കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്, അതുകൊണ്ട് കുറെ ബെനഫിറ്റ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. എന്തിനാണ് ഫസ്റ്റ് ബെനഫിറ്റ്സ്? എന്താണ് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജ്? എന്താണ് അതുകൊണ്ട് ഗുണങ്ങൾ? അതാണ് അഡ്വാൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ, ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് ദ ബിസിനസ്. ബിസിനസിനെ പറ്റിയുള്ള ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് കിട്ടും. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫൈനാൻഷ്യൽ, ഇപ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പീരിയഡ്. നമ്മളിപ്പോൾ ഇത്രയും ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞെന്ന് വിചാരിച്ചു, അക്കൗണ്ടിങ് പീരിയഡ് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കി, മനസ്സിലായി? ഇൻഫർമേഷൻസ് കിട്ടും. നമ്മളെ ബിസിനസ്സിൽ എവിടെയാണ് നമുക്ക് നഷ്ടം സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് നഷ്ടം, ഫൈനാൻഷ്യൽ പണം ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഇതിനെ പറ്റിയുള്ള ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് ഡെപ്ത് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ അതിനെ പറ്റിയൊരു ഐഡിയ കിട്ടും. യെസ്. അസിസ്റ്റൻസ് ഓഫ് മാനേജർ. the management makes business plans, takes the decision, exercise the control over the business of accounting information. ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ മീൻസ് മാനേജേഴ്സ് അല്ലേ, അതായത് കൺട്രോൾ ചെയ്യുന്ന ആർക്കല്ലേ, അവർക്ക് ബിസിനസ് പ്ലാനുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് എത്ര പൈസ കിട്ടാണ്ട്, എത്ര പൈസ നമ്മൾ കൊടുക്കാനുണ്ട്, നമ്മുടെ അടുത്ത് എത്ര ക്യാഷ് ബാലൻസ് ഉണ്ട്, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, ഇതിന്റെ ബേസിസിൽ എന്ത് പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ? ബിസിനസ് പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. യെസ്. റീപ്ലേസ് മെമ്മറി. A systematic time recording of updates is necessary to remember the transaction. മനസ്സിലായോ? അതുപോലെ തന്നെ നമുക്കിത് ഓർത്തെടുക്കാൻ പറ്റില്ലല്ലോ ട്രാൻസാക്ഷൻ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് നെസസറി ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് എന്ത് ചെയ്യും? ചിലപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും കാലാകാലം നമുക്ക് എടുത്തേക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കത് റെക്കോർഡ് ചെയ്ത് വെക്കാനും പറ്റില്ല. അപ്പോൾ നമ്മുടെ ഈ അക്കൗണ്ടിങ് സമ്മറൈസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സപ്പോസ് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യും. ഇതൊക്കെ എന്തിനാ കീപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മനസ്സിലായി? അങ്ങനെ ഒരു പ്രോപ്പർ മാനർ, അതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ ചെയ്യാം. ഫെസിലിറ്റേറ്റ് ദ കമ്പാരിറ്റീവ് സ്റ്റഡി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? എല്ലാ ഇതും ഇപ്പോൾ കമ്പനി അക്കൗണ്ട്സ്, സപ്പോസ് എല്ലാവരും ഉണ്ടാക്കുന്ന ഫൈനാൻഷ്യൽ, ഇപ്പോൾ ബാലൻസ് ഷീറ്റ് നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കും. സോ ഇതൊക്കെ നമ്മൾ പഠിക്കാനുള്ളതാണ്. സോ ഇതൊക്കെ എല്ലാവരും ഒരേപോലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരേപോലെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓലിക്ക് എത്ര ലൈബ്രറി, ഓലിക്ക് ആ കമ്പനിക്ക് എത്ര കിട്ടാണ്ട്, ഇത്ര. ഇപ്പം നമ്മൾ ട്രേഡിങ്ങിനൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ ഇതിന്റെ ബേസിസിലാണ് നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ രണ്ട് കമ്പനീസ് നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് നടത്താൻ പറ്റും. ഫെസിലിറ്റേറ്റ് സെറ്റിൽമെന്റ് ഓഫ് ടാക്സ് ലയബിലിറ്റീസ്. പറഞ്ഞില്ലടാ നേരത്തെ ടാക്സ്. ഈ ഒബ്ജക്റ്റീവും അഡ്വാൻറ്റേജും ഏകദേശം ഒക്കെ സെയിം ആണ്. അതിലുള്ള പോയിന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ടാക്സ് ലയബിലിറ്റീസ്, GST എത്ര അടക്കണം, ഇൻകം ടാക്സ് എത്ര അടക്കണം, അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഫെസിലിറ്റേറ്റ് ലോൺസ്. അതുപോലെ തന്നെ നോക്കടാ, ബാങ്കിൽ പോയിട്ട് ലോൺ വെച്ചാൽ വെറുതെ ലോൺ വരുള്ളൂ. നമ്മൾക്ക് അത്രയും സെയിൽസ് ഉണ്ടെന്ന്, നമുക്ക് അത്രയും ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്കുകാർ ലോൺ വരും. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നമ്മുടെ ബാങ്ക് ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ എവിഡൻസ് ഇൻ കോർട്ടിൽ ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും കേസിന് പോകാൻ വിചാരിച്ചു, ഒരു എംപ്ലോയി എന്തെങ്കിലും ഫ്രോഡ് കാണിച്ചു, അപ്പോൾ അവന് എത്ര റുപ്യ കൊടുത്തു, എത്ര കൊടുക്കാണ്ട്, ഇതൊക്കെ നമുക്ക് നോക്കണമെങ്കിൽ എന്ത് വേണം? അക്കൗണ്ടിങ് ആണ്, അല്ലാതെ എവിടെ നോക്കിയിട്ട് പറയും. ഓക്കെ, അപ്പോൾ എന്തിന് ഹെൽപ്പ് ചെയ്യും? കോർട്ട്. നമ്മൾ എന്തെങ്കിലും കേസിന് എന്തെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോർട്ടിൽ അതൊരു എവിഡൻസ് ആയിട്ട് ആക്ട് ചെയ്യും, ഒരു തെളിവായിട്ട്. ഫെസിലിറ്റേറ്റ് സെയിൽ ഓഫ് ബിസിനസ്. ഉണ്ടോ? ഡിസൈർ ഓഫ് ബിസിനസ്, ദ അക്കൗണ്ട്സ് ഈസ് മെയിൻറ്റൈൻഡ് ബൈ ദ എനേബിൾ ദ അസറ്റ് ഇൻ ദ പ്രോപ്പർ പർച്ചേസ് പ്രൈസ്. എത്ര രൂപക്കാണ് നമ്മൾ പ്രൈസ് മേടിക്കുന്നത്, നമ്മൾ പ്രോപ്പറായിട്ട് അതിന് പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്, അതൊക്കെ അസർട്ടൈൻ ചെയ്യാൻ എന്താ ഹെൽപ്പ് ചെയ്യും? ഫെസിലിറ്റേറ്റ് ദ സെയിൽ ഓഫ് ബിസിനസ്. കറക്റ്റായിട്ട് സെയിൽ നടത്താനും കാര്യങ്ങൾ ആര് ഫെസിലിറ്റി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഫെസിലിറ്റേറ്റ് സഹായിക്കും. എന്തിന്? സെയിൽ ഓഫ് ബിസിനസിന്റെ സെയിലിനെ സഹായിക്കും. ഓക്കെ, അസിസ്റ്റന്റ് ഇൻ ദ ഇവന്റ് ഓഫ് ഇൻസോൾവൻസി. സപ്പോസ് അവിടെ എല്ലാ കാര്യങ്ങളും വിറ്റു എന്ന് വിചാരിച്ചു, ഇൻസോൾവെന്റ് ആവുക എന്ന് പറഞ്ഞാൽ ബാങ്ക്രപ്റ്റ് ആവുക എന്നൊക്കെ പറയും. അതായത് കമ്പനി സപ്പോസ് നഷ്ടത്തിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കും. സപ്പോസ് ഒരു പാർട്ട്ണർഷിപ്പ് ആണ് വിചാരിക്കും. അങ്ങനെ വെച്ചാൽ പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇല്ലടാ, എല്ലാവർക്കും അത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണ്ടേ? ഇപ്പൊ കമ്പനി കൂട്ടിക്കെട്ടി, അതിന് നമുക്ക് കുറേ പൈസ കിട്ടി, സാധനങ്ങൾ തൂക്കിയിട്ടപ്പോൾ, അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പാർട്ട്നേഴ്സിന് കൊടുക്കണ്ടേ? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിനനുസരിച്ച് കൊടുക്കണ്ടേ? ഒരാൾ 1,00,000 ടു ഒരാൾ 50,000 ടു, രണ്ടാൾക്ക് ഈക്വൽ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതിനനുസരിച്ച് ഇപ്പൊ ഇൻസോൾവൻസിന്റെ സമയത്ത്, അതായത് കമ്പനി പൂട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അസിസ്റ്റ് ചെയ്യും നമ്മൾ അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഹെൽപ്പ് ഇൻ ദ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്. ഞാൻ പറഞ്ഞില്ലേ, പാർട്ട്നേഴ്സ് തമ്മിൽ എത്ര പാർട്ട്നേഴ്സ് തമ്മിലാണ് ഐഡിയ ഉണ്ടായിട്ടുള്ളത്, ഒക്കെ കൃത്യമായിട്ട് അക്കൗണ്ട്സ് ഇല്ല അതിന്റെ പ്രശ്നം. ഇനി അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, അഡ്വാൻറ്റേജ് പറഞ്ഞു. ഒബ്ജക്റ്റീവ് അഡ്വാൻറ്റേജ് ഏകദേശം ഒക്കെ സെയിം. ഓക്കെ,
ഇപ്പോൾ ഈ പാർട്ട്ണർഷിപ്പിന്റെ പോയിന്റ്സ് ഒന്നും എവിടെ ഉണ്ടായിരുന്നില്ല, ഒബ്ജക്റ്റീവ്സിൽ ഉണ്ടായിരുന്നു. ഈ ലിമിറ്റേഷൻസ് അക്കൗണ്ടിങ് ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, അതായത് കുറേ പ്രശ്നങ്ങളുണ്ട്. എന്താണ് അക്കൗണ്ടിങ്, ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ അടുത്ത ഹെഡിങ് വേണമെങ്കിൽ എഴുതി, ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. എടാ ചിലത് ലുലുവിന്റെ ഇപ്പൊ ഞാൻ ലുലു വാങ്ങും വിചാരിക്കും, ലുലു ഫുള്ള് വാങ്ങും ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ കൊച്ചിത്തെ അവിടെ വാട്ടർ വെറ്റീസ്, സോ നമ്മൾ ആ ഫുള്ളാണ് വാടി പോകുന്നത്. അത് ഉണ്ടാക്കാൻ പൈസ കൊടുത്താൽ മാത്രം മതി. അത് ഉണ്ടാക്കി എത്ര രൂപ ചിലവ് കൊടുക്കും, അത്ര പൈസ എം എ യൂസഫ് അലി കൊടുത്തതിനകത്ത് തരും ഇല്ല. അതിനൊരു ആക്ച്വലി ഒരു ബ്രാൻഡ് ഇല്ലടാ, അതിനൊരു വാല്യൂ ഇല്ലടാ. അതിന് നമ്മൾ ഗുഡ് വില്ല് എന്ന് പറയാം. അതായത് ഒരു ഇത്രയും വർഷം ബിസിനസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു ആളുകളുടെ ഇടയിൽ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, ആ ഗുഡ് വിൽ, അത് സംഭവം ഉഷാറല്ലോ, ഉലുലു അടിപൊളിയാണ്. ആ ഒരു തിങ്കില്ല, അത് നമുക്കടെ പൈസയിൽ മെഷർ ചെയ്യാൻ പറ്റൂ. മെഷർക്ക് ഇത്ര ഇല്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്, പക്ഷെ അത് ആക്ച്വലി എത്രയെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അത് എന്തിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. അങ്ങനെ പൈസ അല്ലാത്ത നോൺ മോണിറ്ററി ഇവന്റ്സ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് നോൺ മോണിറ്ററി ഇവന്റ്സ്. പൈസ അല്ലാത്ത കാര്യങ്ങളൊന്നും എവിടെ മെഷർ ചെയ്യാൻ പറ്റില്ല അക്കൗണ്ടിങ്. അതായത് അതിനെ കൺസിഡർ ചെയ്യുന്നില്ല ആരും. അതായത് പൈസ ഉള്ളത് മാത്രമേ നമ്മൾ പറയുന്നത് എക്കണോമിക് ഇവന്റ്, അതിനെ മാത്രമേ ആര് കൺസിഡർ ചെയ്യുള്ളൂ, അക്കൗണ്ടിങ്. സോ അല്ലാത്തതൊന്നും ആരും കൺസിഡർ ചെയ്യുന്നില്ല അക്കൗണ്ടിങ്. യെസ്, ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്ച്വലി അക്കൗണ്ടിങ് കംപ്ലീറ്റ് ആയിട്ട് ഒമിറ്റ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഫിക്സഡ് അസറ്റ് ആർ റെക്കോർഡിംഗ് ദ അക്കൗണ്ടിങ് റെക്കോർഡ്സ് അറ്റ് ഒറിജിനൽ കോസ്റ്റ്. ഫിക്സഡ് അസറ്റ്, ഇപ്പോൾ ആക്ച്വൽ എമൗണ്ട് ഫിക്സഡ് അസറ്റ് ലൈക്ക് ബിൽഡിംഗ്, മെഷീനറി, tools, all incidental charges is recorded in the way of effect of prices not taken into consideration. As a result of balance does not represent the financial situation of business. ആക്ച്വലി ഇപ്പോൾ ഈ ഒരു പോയിന്റ് അത്ര ഒരു പെർഫെക്റ്റ് ആൻസർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നോക്കിക്കോ, ഫിക്സഡ് അസറ്റ് ആർ റെക്കോർഡ് ഇൻ ഒറിജിനൽ കോസ്റ്റ്. എത്രയാണ് ഫിക്സഡ് അസറ്റ് ഉള്ളത്, അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എപ്പോഴാണ് വാങ്ങുന്നത് അതിന് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ പിന്നെയും നമ്മൾ അതിലൊരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യും, പ്ലസ് ഇൻസിഡൻറ്റൽ ചാർജസ്. ഇപ്പോൾ സപ്പോസ് ഒരു മെഷീൻ മേടിച്ചാൽ അത് ഇൻസിഡൻറ്റ്, അതൊക്കെ ഏതിൻ്റെ കൂടെ ആഡ് ചെയ്യും, ഈ മെഷീനറിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അതൊന്നും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ അല്ലാന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫൈനാൻഷ്യൽ പൊസിഷൻസ് കറക്റ്റായിട്ട് അത് മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി ഒരു പെർഫെക്റ്റ് ലിമിറ്റേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. സോ അതാണ് ഓക്കെ, ഞാൻ തന്നെ ആക്ച്വലി അത് ചെയ്യേണ്ടത്. സോ എന്നാലും ടെസ്റ്റിൽ പറയുന്നതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ജസ്റ്റ് പോയിന്റ് ചെയ്യും. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈ സംടൈംസ് ബേസ്ഡ് ഓൺ എസ്റ്റിമേറ്റ്സ്. ഇപ്പൊ നോക്കടാ, ഇപ്പൊ ഡിപ്രീസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇന്നൊരു മെഷീനറി മേടിച്ചു, അത് അടുത്ത വർഷം മെഷീനറി ഇതിന്റെ പ്രൈസ് എത്രയെന്ന് നമുക്ക് പറയാൻ പറ്റും ഇല്ല, അത് മാർക്കറ്റ് ഇതിനനുസരിച്ചാണ്. പക്ഷെ നമ്മളവിടെ ഒരു ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതും വഴിപടിയും. സോ കുറേ എസ്റ്റിമേറ്റ്സാ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ എസ്റ്റിമേറ്റ്സ് ആണ്, ചില കാര്യങ്ങൾ അക്കൗണ്ട്സിൽ, അതായത് ഏകദേശം കണക്ക് വെച്ചിട്ടാണ് കാര്യം, അതിനെ എസ്റ്റിമേറ്റ്സ് ആണ്. അപ്പൊ അങ്ങനെ ഏകദേശം വെക്കുന്നത് ഒരു ലിമിറ്റേഷൻ അല്ല അക്കൗണ്ടിങ്ങിന്, അതൊരു പരിമിതി അല്ലേ, അതുകൊണ്ട് അത് പരിമിതിയാണ്. പിന്നെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കനോട്ട് ബി യൂസ്ഡ് ആസ് ദ ഓൺലി ടെസ്റ്റ് ഓഫ് മാനേജർ പെർഫോമൻസ് ഓൺ ദ ബേസിസ് ഓഫ് മിയർ പ്രോഫിറ്റ്സ്. പ്രോഫിറ്റ് മാത്രം നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്, മനസ്സിലായോ? ഇപ്പൊ നോക്കടാ, പ്രോഫിറ്റ് ഫോർ എ പീരിയഡ് ഓഫ് 1 year ക്യാൻ readily be manipulated omitting the certain expense such as advertisement, research development and depreciation. ഇവിടെ നോക്കണം, ഇത് എന്നാലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇല്ലാത്ത എക്സ്പെൻസ് കൂട്ടാം, അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ചിലവ്, ഈ ചിലവ് എന്നൊക്കെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അക്കൗണ്ടിങ്ങിന്റെ അതൊരു ലിമിറ്റേഷൻ ആണ്, അതൊരു പ്രശ്നമാണ് അക്കൗണ്ടിങ്ങിലുള്ള. ഓക്കെ, പിന്നെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് നോട്ട് ന്യൂട്രൽ ആൻഡ് അൺബയാസ്ഡ്. ന്യൂട്രൽ അല്ല. ഇപ്പോൾ നോക്കണം, ഞാൻ ചിലപ്പോൾ അക്കൗണ്ടിങ് സ്ലൈറ്റ് ഡിഫറൻസ്, ഇവിടെ മേജർ ഡിഫറൻസ് അല്ല പറയുന്നത്, സ്ലൈറ്റ് ഡിഫറൻസിന് ചാൻസ് ഉണ്ട്. കാരണം അക്കൗണ്ടിങ് തന്നെ പല പല എസ്റ്റിമേറ്റ്, ഞാൻ പറഞ്ഞ നേരത്തെ എസ്റ്റിമേറ്റ് ഏകദേശ കണക്കുകളുണ്ട്. ഈ ഏകദേശ കണക്കൊക്കെ ഉണ്ടാകുമ്പോൾ അൺബയാസ്ഡ് ആയിരിക്കും, ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കും വേറെ ഒരാൾ ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഡിഫറൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് പറയുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോട്ട് ന്യൂട്രൽ. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ അല്ല, ചില ആളുകൾ ഒരുപോലെ ചെയ്യും, ഒരു രീതിയിൽ ചെയ്യും, മറ്റൊരാൾ വേറെ ചെയ്യും. അൺബയാസ്ഡ് അല്ല, അൺബയാസ്ഡ് അല്ല, ഒക്കെ ബയാസ്ഡ് ആണ്. ഓക്കെ, ബയാസ്ഡ് എന്ന് പറഞ്ഞാലേ എന്താ പറയാ, പക്ഷാഭേദം എന്നാണ് മലയാളം. ഓക്കെ, അതായത് ഓരോരുത്തർ ചെയ്യുന്ന സ്ലൈറ്റ് കുഞ്ഞു കുഞ്ഞു ഡിഫറൻസസ് വരാം, അതും ഒരു എന്തിന്റെ പരിമിതിയാണ് അക്കൗണ്ടിങ്. ഓക്കെ, ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി.
how each of the following statements are list of accounting. Okay, താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് സൊല്യൂഷൻ അക്കൗണ്ടിങ് ആണെന്ന്. ഫിക്സഡ് അസറ്റ്സ് ആർ റെക്കോർഡ് ഇൻ ദ അക്കൗണ്ടിങ് അറ്റ് ദ ഒറിജിനൽ കോസ്റ്റ് ആണല്ലോ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സംടൈംസ് ബേസ്ഡ് ഓൺ ദ എസ്റ്റിമേറ്റ്സ്, അതുമാണ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ cannot be used as the only test of manager performance on the basis of mere profit, അതുമാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. ഓക്കെ, ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെ എന്താണ് അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് ജസ്റ്റ് വായിക്കണം. ഓക്കെ, ഇനി നോക്കട്ടെ അക്കൗണ്ടിങ് എന്താന്ന് പറയാം. അക്കൗണ്ടിങ് ഈസ് എൻ ഇൻഫർമേഷൻ സിസ്റ്റം, അതിന്റെ കുറെ കഥകൾ പറയാം കേട്ടോ. ഇനി യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഞാൻ പറഞ്ഞു യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, ആരാണ് യൂസ് ചെയ്യുന്നത്, അതിനെയാണ് യൂസേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ നോക്കട്ടെ ചില കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ഞാൻ പറയുന്നത് മാത്രം നോട്ട് ചെയ്യുകയും അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ സപ്പോസ് ഞാൻ പറഞ്ഞ ഗവൺമെന്റ് നമ്മുടെ അക്കൗണ്ടിങ് നോക്കും. അതുപോലെ തന്നെ അതിന്റെ ഓണർ ചെക്ക് ചെയ്യും. പിന്നെ ആര്, പിന്നെ ഇപ്പൊ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്സ്, അതുപോലെ തന്നെ RBI ഒക്കെ നോക്കും. RBI എന്താ അറിയാലോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അവർ ചെക്ക് ചെയ്യും. അങ്ങനെ കുറേ ആൾക്കാർ. അതുപോലെ തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളത് അല്ലേ, എന്താ പറയാ, ഇൻവെസ്റ്റേഴ്സ്, അവർ നോക്കും. അപ്പൊ ഇതൊക്കെ അത് ഈ അക്കൗണ്ടിങ് ആരൊക്കെ നോക്കുന്നുണ്ടോ, അവർക്ക് അക്കൗണ്ടിങ് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഇത് എത്ര പ്രോഫിറ്റിന്റെ കാര്യം. ഇത് ആരൊക്കെ ഉണ്ടോ, അവരെ പറയുന്ന യൂസേഴ്സ്. അവരാരൊക്കെയാണ്, 2 ടൈപ്പ് യൂസേഴ്സ് ഉണ്ട്. ഇന്റേണൽ യൂസേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സും. There are 2 types of users. The first one internal users and external users. ഇന്റേണൽ യൂസേഴ്സ് പറഞ്ഞാൽ എന്താ, ആ ഓർഗനൈസേഷന്റെ ആ ബിസിനസിന്റെ ഉള്ളിലുള്ള ആൾക്കാർ. സപ്പോസ് ഓണറാണ് ആ ബിസിനസിന്റെ ഉള്ളിലല്ലേ, ആ ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാരല്ലേ. മാനേജ്മെന്റ് അല്ലെ, ആ ബിസിനസ് മാനേജ് ചെയ്യുന്ന ആൾക്കാർ, അവിടുത്തെ മാനേജ്മെന്റ് സ്റ്റാഫ് ഇതൊക്കെ അതിന്റെ ഉള്ളിലുള്ള ആൾക്കാരാണ്. ഓക്കെ, യെസ്. പിന്നെ എംപ്ലോയീസ്, വർക്കേഴ്സ്, അവരും എന്താണ് അതിന്റെ ഉള്ളിലുള്ള ആൾക്കാരാണ്. ഓക്കെ, ആ ബിസിനസിന്റെ ഓണേഴ്സ്, അതിലുള്ള മാനേജ്മെന്റ്, എംപ്ലോയീസ്, ഇതാണ് ഇന്റേണൽ യൂസേഴ്സ്. ഇന്റേണൽ ആണ് ഉള്ളിലുള്ള. ഇനി എക്സ്റ്റേണൽ യൂസേഴ്സ് എന്താ, ഇപ്പൊ ബാങ്കിന് ഈ ബിസിനസ്സിൽ വല്ല ബന്ധമുണ്ട് ഇല്ല, പക്ഷെ ബാങ്ക് ലോൺ കൊടുക്കണമെങ്കിലൊക്കെ ഇത് കൊടുക്കും. അപ്പൊ ബാങ്ക് പുറത്തുള്ള ഒരാളാണ്, അപ്പൊ എക്സ്റ്റേണൽ യൂസേഴ്സ്. ഓക്കെ, ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇൻവെസ്റ്റ് ചെയ്യും ബിസിനസ്സിൽ, അപ്പൊ അതെന്താണ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ക്രെഡിറ്റേഴ്സ്, നമ്മൾ കടം കൊടുക്കാനുള്ള ആളുകൾ, ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കടം തരാനുള്ള ആളുകൾ, ഇവരൊക്കെ എന്താണ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഗവൺമെന്റ് ആൻഡ് അതോറിറ്റീസ്, ഇതൊക്കെ എന്താണ് എക്സ്റ്റേണൽ. ഓക്കെ, ഗവൺമെന്റ് പുറത്തുനിന്നുള്ള ഒരാളാണ്. റിസർച്ചേഴ്സ്, ചിലപ്പോൾ റിസർച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടി ബിസിനസ്സുമായിട്ട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ ചെക്ക് ചെയ്യും റിസർച്ചേഴ്സ്. കൺസ്യൂമേഴ്സ്, നമ്മുടെ കസ്റ്റമേഴ്സ്, അവരെന്ത് ചെയ്യും, ചിലപ്പോൾ നോക്കാം. പബ്ലിക്, അതുപോലെ തന്നെ ഇപ്പൊ കമ്പനിയൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഏത് കമ്പനിയുടെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഒക്കെ കിട്ടും. ഓക്കെ, പബ്ലിക്കും മേ ബി നോക്കാം. അപ്പൊ ഇവരൊക്കെ എന്താണ് എക്സ്റ്റേണൽ. ചിലപ്പോൾ ഈ ഡിഫറൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എക്സ്റ്റേണൽ യൂസേഴ്സും ഇന്റേണൽ യൂസേഴ്സ് എളുപ്പം. എന്താ ഇന്റേണൽ യൂസേഴ്സ് 4 ആൾക്കാരുള്ളൂ, ഓണേഴ്സ്, മാനേജ്മെന്റ്, എംപ്ലോയീസ് 3 ആൾക്കാർ. ഓക്കെ, വർക്കേഴ്സ് പറഞ്ഞാൽ എംപ്ലോയീസ് പറഞ്ഞാൽ സെയിം. അപ്പൊ അതൊക്കെയാണ് എന്ത് അക്കൗണ്ടിങ് എന്നുള്ളത്. അപ്പൊ യൂസേഴ്സ് രണ്ടും സെപ്പറേറ്റ് വേണം. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ കമ്പനിന്റെ ഉള്ളിലുള്ള ആള്, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറത്ത്. ഈ ഗവൺമെന്റ് ഇവരൊക്കെ എന്താണ് പുറത്തുള്ള ആൾക്കാരാണ്. ഗവൺമെന്റ് ആണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. നിങ്ങൾക്ക് അത് ലോജിക്കലി മനസ്സിലാവുന്നില്ല. ലോജിക്കലി മനസ്സിലാവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ എന്താ പറയാ, ബൈഹേർട്ട് ചെയ്തിട്ട് കാര്യമില്ല, ജസ്റ്റ് ഇങ്ങനെ കാണാൻ പഠിച്ചിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും, അതിനനുസരിച്ച് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. കാരണം വെറുതെ അക്കൗണ്ടിങ് ചെയ്തിട്ട് കാര്യമില്ല, ചിലപ്പോൾ ഇതിലൊക്കെ ഉഡായിപ്സ് നടക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഉഡായിപ്പ് ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെ ക്വാളിറ്റി ആണ് ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, എന്തൊക്കെ ക്വാളിറ്റി ആണ്. ഒന്ന് പറയുന്നത് അത് റിയലബിൾ ആയിരിക്കും, വിശ്വസിക്കാൻ പറ്റും. ഫുൾ ഉഡായിപ്പ് കാണിച്ചത് വിശ്വസിക്കാൻ പറ്റും ഇല്ല, അതിൽ എന്താ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. റിയലബിൾ ആയിരിക്കണം, വിശ്വസിക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം. എവിഡൻസ് വേണം, അതാ പറഞ്ഞത്. ചുമ്മാ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, അതിന് എവിഡൻസ് വേണം. എവിടെ അതിന്റെ ബില്ല് എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. റെലവൻസ് ആണ്. അപ്പൊ പഴയ കുറെ അക്കൗണ്ടിങ് രീതി ഉണ്ട്, അതൊന്നും ഇപ്പൊ റെലവെന്റ് അല്ല. അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്. റെലവെന്റ് ആയിട്ടില്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള. റെലവെന്റ് പറഞ്ഞാൽ സമകാലിക പ്രസക്തമുള്ള രീതിയിൽ നമുക്കത് ഉപയോഗപ്രദമായിരിക്കണം. എന്തെങ്കിലും റെക്കോർഡ് ചെയ്തതായില്ല, അങ്ങനത്തതായിരിക്കണം.
പിന്നെ അണ്ടർസ്റ്റാൻഡബിലിറ്റി, ഇത് നോക്കിയാൽ മനസ്സിലാവണടാ, മനസ്സിലാവാത്ത രൂപത്തിൽ എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ അക്കൗണ്ടിങ് എങ്ങനെയായിരിക്കണം? അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്വാളിറ്റി. ഒരു അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് എന്താ പറയുന്നത്? ഫസ്റ്റ് വൺ റിയലബിലിറ്റി, വിശ്വസിക്കാൻ പറ്റണം. റെലവൻസ്, സമകാലിക പ്രസക്തമായിരിക്കണം. 3 അണ്ടർസ്റ്റാൻഡബിലിറ്റി, അത് മനസ്സിലാക്കാൻ പറ്റണം. കമ്പയറബിലിറ്റി, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. വേറൊന്ന്, എല്ലാ അക്കൗണ്ടിങ് ഉണ്ടാക്കുന്നത് ഒരേ രൂപത്തിലാണ്, അതിനാണ് എന്തിനാ കമ്പയർ ചെയ്യാൻ പറ്റി വേണ്ടിയിട്ടാണ് അത്. അല്ല ഒരാൾ ഒരു രൂപത്തിൽ ഉണ്ടാക്കണം, മറ്റൊരാൾ വേറെ രൂപത്തിൽ, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് 4 പോയിന്റ്സ്. ഇതൊക്കെയാണ് നമ്മൾ ഒരു അക്കൗണ്ടിങ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് താഴെ പറയുന്നുണ്ട് എന്താണ് അക്കൗണ്ടിങ്. ഇതൊക്കെ നിങ്ങൾ വായിക്കണം കേട്ടോ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ബി റിയലബിൾ. The format of facts may be reliable. Should variable, it means transaction would be evidenced by documents. For example, purchase evidence bills. പർച്ചേസ് വേണമെന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റണമെങ്കിൽ അതിന് ബില്ലൊക്കെ വേണം. അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് കറക്റ്റായിട്ട് പേയ്മെന്റ് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൂഫാണ് ബാങ്കിൽ കാണുന്നത്. ഇറ്റ് ഷുഡ് ബി പേഴ്സണൽ ബയാസ്, ഫ്രീ ബയാസ്. അത്ര കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. റിയലബിൾ, വിശ്വസ്തമാണ്, എല്ലാത്തിനും തെളിവാണ്, വെറുതെ റെക്കോർഡ് ചെയ്യാനും കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ഉണ്ടോ ഇപ്പൊ താഴെ പറയാം ന്യൂട്രാലിറ്റി. ഞാൻ റിയലബിലിറ്റി എപ്പോഴൊക്കെ വരാം? ന്യൂട്രാലിറ്റി, നമ്മളവർക്കുള്ളിൽ നിഷ്പക്ഷമായിരിക്കാം. മനസ്സിലായോ? എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നിഷ്പക്ഷമായിട്ടാണ് ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വിലയിരുത്തുന്നത്. അതാണ് ഈ ന്യൂട്രാലിറ്റി. ആ റിയലബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ടേംസിനെ വീണ്ടും അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതിന്റെ സബ് പോയിന്റ്സ് ആണ്. ഫസ്റ്റ്, ന്യൂട്രൽ ആയിരിക്കണം. ഒരാളവിടെ ചെയ്യുന്നത് എന്താണ്? നിഷ്പക്ഷമായിട്ട് ഒരു കാര്യം വരുമ്പോൾ നമുക്കത് എങ്ങനെ അനുകൂലമാക്കാന്ന് നമ്മൾ നോക്കിയിരുന്നു. മനസ്സിലാവും? ഒരു കാര്യം കിട്ടിയാൽ നമുക്ക് 2 രൂപ എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെ ഒരു തട്ടിപ്പ് പരിപാടി അവിടെ നടത്തരുത്. ഓക്കെ, ന്യൂട്രൽ ആയിരിക്കണം. പ്രൂഡൻസ്, ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രിപ്പയർഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് പ്രൂഡൻസ് conversation means accounting information prepared by providing all prospective losses while leaving the all prospective profits. Prudence ആണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രിപ്പയർഡ് ഓൺ ദ പ്രിൻസിപ്പിൾ. prudence എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, യെസ്, means the accounting information prepared by providing all prospective losses while leaving the all positive. നമ്മുടെ കമ്മ്യൂണിക്കേറ്റ്, നമുക്ക് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ കമ്മ്യൂണിക്കേഷനൊക്കെ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് നടക്കണം. പിന്നെ ഓക്കെ, പിന്നെ കംപ്ലീറ്റ്നെസ് ആണടാ. ഇപ്പൊ നോക്കടാ, ഒരു ബില്ലുണ്ട്, ആ ബില്ല് കീറിപ്പോയി, കംപ്ലീറ്റ്നെസ് ഉണ്ടോ? ഇൻഫർമേഷൻ ഒക്കെ വളരെ കംപ്ലീറ്റ് ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. അതുപോലെ സബ്സ്റ്റൻസ് ഓവർ ഫോം, ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ബി മീനിങ് ഫുൾ, എന്തെങ്കിലുമൊക്കെ ഒരു മീനിങ് വേണം. മനസ്സിലായോ? അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റ് സബ്സ്റ്റൻസ് ഇൻഫർമേഷൻ നോട്ട് ബൈ ലീഗൽ ഫോം അലോൺ. ചിലതിലൊക്കെ ലീഗലായിട്ട് നമ്മൾ നിർബന്ധമായിട്ട് അക്കൗണ്ടിങ് ചെയ്യണം, ചിലതിലൊന്നും ചെയ്യേണ്ട ആവശ്യം. ഇപ്പൊ റിയലബിലിറ്റി എന്ന് പറയുന്നതിൽ 4 പോയിന്റ്സ്. ഫസ്റ്റ്, എപ്പോഴാണ് റിയലബിൾ ആവുക? ഒന്ന് വിശ്വസിച്ച യോഗ്യ, ന്യൂട്രൽ ആയിരിക്കണം, നമുക്ക് എന്താ പറയാ, നമ്മൾ നിഷ്പക്ഷമായിരിക്കണം. അതുപോലെ തന്നെ പ്രൂഡൻസ്, കമ്മ്യൂണിക്കേഷൻ ഒക്കെ കൃത്യമായിരിക്കണം. കംപ്ലീറ്റ്നെസ്, തരുന്ന ഡാറ്റക്കും ഇൻഫർമേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിരിക്കണം. സബ്സ്റ്റൻസ് ഓവർ ഫോം, അത് പറഞ്ഞാൽ എന്താണ്? മീനിങ് ഫുൾ ആയിരിക്കണം. ഇതിനാണ് പറയുന്നത് സബ്സ്റ്റൻസ് ഓവർ ഫോം. ഓക്കെ, ഒരു ലീഗലി പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. മനസ്സിലായോ? അതെന്തായിരിക്കണം? മീനിങ് ഫുൾ ആയിരിക്കും. യൂസ്ഫുൾ അല്ല, മീനിങ് ഫുൾ. അതിനൊരു അർത്ഥം ഉണ്ടാവണം ഒരു കാര്യം റെക്കോർഡ് ചെയ്യും. ഓക്കെ, പിന്നെ റെലവൻസ് എന്താണെന്നുണ്ടോ ഇവിടെ ഡെപ്തിൽ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. അണ്ടർസ്റ്റാൻഡബിലിറ്റി വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് തന്നെ താഴെ വിശദീകരിക്കുക. ഓക്കെ, reliability relevance can produce useful accounting information which will be lack of understandability comparability. ഓക്കെ, നേരത്തെ പറഞ്ഞ 4 പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഈ 4 പോയിന്റ്സ് ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ അടുത്തത് ഇനി അക്കൗണ്ടിങ് ടേംസ് ആണ്. ഓക്കെ, ഈ അക്കൗണ്ടിങ് ടേംസ് ആണ് ഇപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കണ്ടാൽ മതി. ഈ അക്കൗണ്ടിങ് ടേംസ് ഇപ്പൊ ഇത്ര ലെവലൊക്കെ ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞു, അക്കൗണ്ടിങ് എന്താ പറഞ്ഞു, അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, അക്കൗണ്ടിങ്ങിന്റെ ബെനഫിറ്റ്സ് പറഞ്ഞു, അതന്നെ ഈ ഒബ്ജക്റ്റീവ്സ്. അതുപോലെ തന്നെ അഡ്വാൻറ്റേജ് ഓഫ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ ബുക്ക് കീപ്പിംഗ് എന്താ പറഞ്ഞു, ബുക്ക് കീപ്പിന്റെ ഡെഫിനിഷൻസ് പറഞ്ഞു, അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻസ് പറഞ്ഞു. അതുപോലെ തന്നെ ലാസ്റ്റ് എങ്ങനെയായിരിക്കണം അക്കൗണ്ടിങ്, ഓക്കെ, അതുകൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് റിവൈസ് ചെയ്ത് തരാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഒന്നെന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഇവിടെ അങ്ങോട്ട് റിവൈസ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. എന്തൊക്കെ ക്വാളിറ്റിയാണ് ഒരു അക്കൗണ്ടിങ്ങിന് വേണ്ടത്? 4 കാര്യങ്ങൾ: റിയലബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി,
എന്താ പറയുക കമ്പാരബിലിറ്റി, 4 കാര്യങ്ങൾ. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ എന്ത് പഠിച്ചു? കുറെ ടേംസ് പഠിച്ചു. അതുപോലെ യൂസേഴ്സ് പഠിച്ചു. യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ 2 രൂപത്തിലുണ്ട്: ഇന്റേണൽ യൂസേഴ്സ്, എക്സ്റ്റേണൽ യൂസേഴ്സ്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള യൂസേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയും. ഔട്ട്സൈഡിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന്. ഇല്ല, ഇന്റേണലിൽ വരുന്നതാണ് എംപ്ലോയീസ്, മാനേജ്മെന്റ്, ഓണേഴ്സ്. ഇതൊക്കെ ഏതിൽ വരുന്നത്? ഇന്റേണലിൽ വരുന്നത്. ഇനി പുറത്ത് വരുന്നതാണ് എന്ത്? ഗവൺമെന്റ്, ബാങ്ക്, റിസർച്ചേഴ്സ്, പബ്ലിക്, കസ്റ്റമേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഡെപ്റ്റേഴ്സ്. ഇതൊക്കെ ഔട്ട്സൈഡിൽ വരുന്നതാണ്, കമ്പനിയുടെ പുറത്ത് വരുന്ന ആളുകളാണ്. ഓക്കെ, യെസ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? പിന്നെ അക്കൗണ്ടിങ് എന്താന്ന് പഠിച്ചു, അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനേഷൻസ് പഠിച്ചു, അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് പഠിച്ചു, അക്കൗണ്ടിങ്ങിന്റെ എന്താ പറഞ്ഞു, അക്കൗണ്ടിങ് ലിമിറ്റേഷൻസ് പറഞ്ഞു, അഡ്വാൻറ്റേജ് പഠിച്ചു, ഒബ്ജക്റ്റീവ്. ഇതിനെപ്പറ്റി ഒരു ക്ലിയർ ഐഡിയ, ജസ്റ്റ് ഒരു 2-3-4 പോയിന്റ്സ്, ഇത്ര നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കും. ഓക്കെ, അപ്പൊ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്ന് മനസ്സിലായോ? ഇനി നമ്മൾ ഇതിന്റെ ഡെപ്തിലോട്ട് ഇറങ്ങാം. ഓക്കെ, യെസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മളെന്തായാലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് ഒരുപാട് കവർ ചെയ്യാണ്ട്. അപ്പോൾ ഇന്ന് എടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അപ്പം എഴുതി പോകണം കേട്ടോ. നോട്ട്സ് നിങ്ങൾ എഴുതുന്ന നോട്ട്സിനേക്കാൾ ബെറ്റർ ഒന്നും ആയിരിക്കും ഇവിടെ നിന്ന് തരുന്നത്. കാരണം നിങ്ങൾ എഴുതുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് കൃത്യമായിട്ടുണ്ടാവും. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ബാക്കി നമ്മൾ എന്ത് ചെയ്യും? നാളെ കണ്ടിന്യൂ. ഓക്കെ.